താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷ കേസിൽ സമരസമിതി ചെയർമാൻ ബാബു കുടുക്കലിന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. കേസ് പരിഗണിക്കുന്ന ജനുവരി 5 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന ഉത്തരവ്. പ്രത്യേകമായി കുറ്റം ചെയ്തതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും കോടതി പറഞ്ഞു. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, താമരശ്ശേരി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി കൂടിയാണ് ഈ ബാബു കുടുക്കൽ. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്? എന്താണ് കോടതി നിരീക്ഷണം? ഫ്രഷ് കട്ട് വിരുദ്ധ സമരസമിതിയുടെ ചെയർമാനായ ബാബു കുടുക്കലിനെ ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്ത് പോലീസ് അറസ്റ്റിന് നീക്കം നടത്തുകയും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിന് പുറത്തു നിന്ന് അല്ലെങ്കിൽ ഒളിവിൽ നിന്നുകൊണ്ട് തന്നെ താമരശ്ശേരിയിലെ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും ചെയ്തിരുന്നു. ആ വിധി നാളെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കുകയാണ്. നിർണായകമായ ഒരു ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ബാബു കുടുക്കലിന് ലഭിച്ചിരിക്കുന്നത്. ഈ കേസ് ഈ ഹർജി പരിഗണിക്കുന്ന ജനുവരി 5 വരെ ബാബു കുടുക്കലിനെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് ഹൈക്കോടതി കൗസർ എടപ്പകത്തിന്റെ ബെഞ്ച് ജസ്റ്റിസ് കൗസർ എടപ്പകം ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല, ബാബു കുടുക്കലിന് അനുകൂലമായ പരാമർശങ്ങളും ഇടക്കാല വിധിയിലുണ്ട്. അതായത് ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ പോലീസ് തന്നെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ആ സംഭവ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അക്രമത്തിൽ എന്തെങ്കിലും പങ്കാളിത്തം ഉള്ളതായി പ്രോസിക്യൂഷനിൽ തന്നെ പോലീസിന്റെ വാദങ്ങൾ തന്നെ വന്നിട്ടില്ല എന്ന കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യരുത് എന്ന ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഇനി 5-ാം തീയതി പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ജാമ്യം കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. മാത്രമല്ല, പോലീസിന്റേത് കുറച്ച് കടന്ന കൈയാണ്, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു കൃത്യമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ കുറ്റകൃത്യം ആരോപിക്കാതെയുള്ളൊരു നടപടിയാണെന്നുള്ള സൂചന കൂടി ഹൈക്കോടതിയുടെ ഇടക്കാല വിധിയിലുണ്ട്. എന്തായാലും ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വിധിയാണ് വന്നിരിക്കുന്നത്. ചെയർമാൻ ബാബു കുടുക്കലിനെ അറസ്റ്റ് ചെയ്തെന്ന വിധി വന്നിരിക്കുന്നു. മാത്രമല്ല, കുറ്റകൃത്യത്തിൽ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങളും ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുകയാണ്.